എല്ലാവർക്കും നമസ്കാരം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിൽ ലോസ് സമയത്ത് ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ വെയിൽ ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വെയിൽ ലോസ് ലഭിക്കുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പെർഫെക്റ്റ് ആയിട്ട് വെയിൽ ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോസ് വെയിൽ ലോസുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ വെയിൽ ലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെയിൽ ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി പറയുന്ന കാര്യം കൂടി വെയിൽ ലോസ് പ്രോഗ്രാം നിങ്ങൾ ആഡ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. എല്ലാവർക്കും തന്നെ അറിയാം, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിൽ ലോസ് ചെയ്യുമ്പോൾ കേവലം ഒരു വെയിൽ ലോസ് മാത്രമല്ല, കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബോഡിനെ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് വെയിൽ ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെയിൽ ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെയിൽ ലോസ് സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്തെല്ലാമാണ് വെയിൽ ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ടിപ്പുകൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1, ഫുഡ് അവോയ്ഡിങ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിൽ ലോസ് സമയത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനും ന്യൂട്രീഷൻ ഷേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ടൈം ന്യൂട്രീഷൻ ഷേക്കും 1 ടൈം നോർമൽ ഫുഡും. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിൽ ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യേണ്ടത്. 1 ടൈം നോർമൽ ഫുഡ് എന്ന് പറഞ്ഞു. ഈ ഫുഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമലി നമ്മൾ ലഞ്ചിനാണ് 1 ടൈം നോർമൽ ഫുഡ് എടുക്കുന്നത്. നോർമൽ ഫുഡ് എടുക്കുന്ന സമയത്ത് മിക്ക ആളുകളും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എല്ലാ ഭക്ഷണങ്ങളും അവോയ്ഡ് ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നോക്കിയിട്ട് ലിമിറ്റ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് ബാഡ് കാലറീസിനല്ല ഉദ്ദേശിക്കുന്നത്. കേക്ക്, സ്വീറ്റ്സ്, ബേക്കറി ഫുഡ്സ് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട വസ്തുക്കളാണ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിൽ ആഡ് ചെയ്യേണ്ടത്. എല്ലാ ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരിക്കലും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നതാണ്. എന്തെല്ലാം ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് ക്വാണ്ടിറ്റിയാണ്, എത്ര അളവാണെന്നുള്ളതെല്ലാം നിങ്ങളുടെ കോച്ചുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് കഴിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ ലഞ്ച് ടൈമിൽ ആ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് കഴിച്ച് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് നാളെ മുതൽ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഒരുമിച്ച് കഴിക്കരുത്. എപ്പോഴും വെയിറ്റ് ലോസ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് കാലറി മാനേജ് നടന്നാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് കാലറി മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക. നമ്പർ 2, വർക്കൗട്ട് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ കാലറി ബേൺ ആവുന്നത്. അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസ് സിമ്പിളായിട്ട് നടക്കുന്നതെന്ന്. എന്നാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് കാലറി ബേൺ ആവുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി, നോർമൽ ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലറി ബേൺ നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ, ഓടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് കാലറി ബേൺ നടക്കുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നടക്കുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് കാലറി ബേണിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാലറി ബേണിംഗ് മാത്രം നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കാതിരിക്കുക. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കാലറി ബേൺ ആവുന്നത് നിങ്ങളുടെ കോച്ചുമായിട്ട് ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കി പ്രോഗ്രാം ചെയ്യുക. ഒരു ദിവസം മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എത്രയാണ് കാലറി ബേൺ ആവുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ബേൺ ആവുന്നത് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു ദിവസം കുറയ്ക്കേണ്ട കാലറി കൃത്യമായിട്ട് കുറച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതുപോലുള്ള എല്ലാ അറിവുകളും ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കുറഞ്ഞ വെയിറ്റ് ലൈഫ് ലോങ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കുക. കോച്ചുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കോച്ചിൻ്റെ ഗൈഡൻസിലേക്ക് പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്യുക. നല്ല റിസൾട്ട് എടുക്കുക. നമ്പർ 3, BMR, ബേസൽ മെറ്റാബോളിക് റേറ്റ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ BMR താഴ്ന്നതനുസരിച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നത്. എന്നാൽ ഒരു പരിധി കൂടുതൽ BMR നമുക്ക് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ വലിയ ഇഷ്യൂയിലോട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ BMR എത്രയാണെന്ന് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് സമയത്ത് ഡെയിലി ബേസിൽ മോണിറ്റർ ചെയ്യുക. BMR വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കത്തില്ല. അതുകൊണ്ട് BMR കൂട്ടി ആക്ടിവിറ്റികൾ ചെയ്തിട്ട് വേണം വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യാനായിട്ട്. എപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ BMR ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് നിങ്ങൾക്ക് എത്രയാണ് BMR വേണ്ടത്, എത്ര വരെ വരാം, അതുകൂടാതെ തന്നെ വെയിറ്റ് ലോസ് നടക്കാനായിട്ട് എത്ര BMR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വെയിറ്റ് ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പട്ടിണി കിടന്നാലും നിങ്ങളുടെ BMR ലെവൽ ഒരുപാട് താഴ്ത്തോട്ട് പോകും. ഇതുപോലെ BMR ലെവൽ ഒരുപാട് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്മൂത്തായിട്ട് നടക്കത്തില്ല. കൃത്യമായിട്ട് ഒരു മെയിൻറ്റെയിൻ BMR ലെവൽ ഉണ്ട്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഫാസ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ BMR എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുക, കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കോച്ചിൻ്റെ ഗൈഡൻസിൽ പ്രോഗ്രാം ഫോളോ ചെയ്യുക. നമ്പർ 4 വാട്ടർ ഇൻടേക്ക്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ബോഡി ക്ലീനിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ബോഡി ക്ലീനിങ് നടന്നാൽ മാത്രമാണ് ഡെയിലി ബേസിൽ വെയിറ്റ് കുറയത്തുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. വെള്ളം കുടിക്കുന്ന മെത്തേഡ് എപ്പോഴും ചെക്ക് ചെയ്യണം. വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും സിപ്പ് ബൈ സിപ്പായിട്ട് കുടിക്കുക. അതല്ലാതെ ദാഹം വരുമ്പോൾ ഒരുമിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നിങ്ങൾ മോണിറ്റർ ചെയ്യുക. എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത് അത് കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. വെള്ളം കുടിക്കുന്നതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒരു പരിധിവരെ സ്റ്റക്ക് ആവാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വെയിറ്റ് ലോസ് നടക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ വാട്ടർ ലെവൽ ഡെയിലി ബേസിൽ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്പർ 5 വെയിറ്റ് ലോസ് സ്റ്റക്ക്. ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും വെയിറ്റ് സ്റ്റക്കാണ്, വെയിറ്റ് മൂവ് ആവുന്നില്ല എന്നുള്ളത്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് വെയിറ്റ് ലോസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഹെൽത്തി വേയിലാണ് വെയിറ്റ് ലോസ് ചെയ്യണത്. നമുക്കുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്സ്, നമ്മുടെ ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ്, അതുപോലെ തന്നെ ലേഡീസിന് പീരീഡ് സമയത്തിലുണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വെയിറ്റ് ലോസിനെ സ്റ്റക്ക് ചെയ്യാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് വെയിറ്റ് ലോസ് പ്ലാൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് സ്ട്രെസ്സോ സ്ട്രെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചുമായിട്ട് അത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് ക്ലാരിറ്റി വരുത്തുക. അതല്ലാതെ ടെൻഷനും സ്ട്രെസ്സും മാത്രം വെച്ച് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും വന്നുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തിനും തന്നെ അത് ബാധിക്കുന്നതാണ്. ഉറക്കം റെഡി ആയാലും ഒരിക്കലും നമ്മുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ ലേഡീസിന് പീരീഡ്സിന് സമയത്ത് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് നടക്കുമ്പോൾ വെയിറ്റ് ലോസിനെ ഇത് ബാധിക്കുന്നുണ്ട്. എല്ലാ ലേഡീസിനും ഇത് ബാധിക്കുന്നില്ല, എന്നാലും ഒരു പരിധി വരെ ഒരുപാട് ലേഡീസിന് ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ലേഡീസിന് വേണ്ടി ഒരുപാട് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് വാങ്ങി ഉപയോഗിക്കുക. വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷനും സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും. ഇത് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നല്ല രീതിക്ക് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കോച്ചുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങളുടെ കോച്ചുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞൊരു 5 പോയിന്റ് വളരെ നിസ്സാരമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ വെയിറ്റ് ലോസ് സമയത്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ല വെയിറ്റ് ലോസ് ലഭിക്കത്തുള്ളൂ. ഈ പറഞ്ഞ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ വെയിറ്റ് ലോസിന് അവിടെ സ്റ്റെക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വെയിറ്റ് ലോസ് സ്റ്റക്ക് ചെയ്യാതെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെർബാലൈഫോ ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ അപ്പ് ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.